നമസ്കാരം. പി ടാരറ്റ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസണേറ്റ് ആവണമെന്നില്ല. ആകുന്നവർ അത് സ്വീകരിക്കുക, അല്ലാത്തവർ അത് വിട്ട് കളയുക. ഇന്ന് ലവ് ആൻഡ് റിലേഷൻഷിപ്പാണ് നോക്കാൻ പോകുന്നത്. ആ ബന്ധം നമുക്ക് എങ്ങനെയാണെന്ന് പരിശോധിക്കാം. നിങ്ങൾ ബന്ധങ്ങളിൽ വേഗത്തിൽ തീരുമാനമെടുത്ത് നടപ്പിലാക്കണം എന്നുള്ളവരാണ്. നിങ്ങളുടെ സ്നേഹം വളരെ ശക്തമാണ്. വളരെയധികം ഡീപ്പായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ അങ്ങനെ സ്നേഹിക്കുമ്പോൾ ബുദ്ധിപൂർവം പല തീരുമാനങ്ങളും എടുത്ത് വേണം ആ ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ. എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ കാമായിട്ട് വേണം, വളരെ സംസാരിച്ച് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് തുറന്ന് സംസാരിക്കുന്ന ഒരു ഇതിലേക്ക് നിങ്ങൾ എത്തണം. അതുപോലെ തന്നെ സ്നേഹം കാണിക്കുന്നതിൽ നിങ്ങൾ പിശുക്ക് കാണിക്കരുത്. നിങ്ങളുടെ ഉള്ളിലുള്ള സ്നേഹത്തെ എക്സ്പ്രസ് ചെയ്യാൻ പഠിക്കണം. അത് തുറന്ന് കാണിക്കേണ്ടതാണ്, അല്ലാതെ മൂടി വയ്ക്കേണ്ടതല്ല. സ്നേഹത്തെ എപ്പോഴും തുറന്ന് കാണിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എന്ത് വിചാരിക്കുന്നുവോ അത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആകുന്നതാണ് ലവ് ആൻഡ് റിലേഷൻഷിപ്പിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്നേഹം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഫിയർ എപ്പോഴും കാണും. അത്തരം ഫിയർ മനസ്സിൽ സൂക്ഷിക്കാതെ നിങ്ങൾ കാമായിട്ട് ചിന്തിക്കുക. സ്നേഹത്തെക്കുറിച്ച്, നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് എപ്പോഴും നല്ല ചിന്തകൾ മാത്രം മുന്നോട്ട് വയ്ക്കുക. അല്ലാത്ത കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ നിന്ന് വിടുക. കാരണം നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആകുന്നതാണ്. അതുകൊണ്ടാണ് ഞാനിതിവിടെ പറയുന്നത്. വളരെ സൂക്ഷിച്ച് നല്ല രീതിയിൽ ബന്ധങ്ങളെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നാണ് കാർഡ്സ് പറയുന്നത്. എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ മാറ്റിവെച്ച് ശാന്തമായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ വളരെ വേഗത്തിലാണ് പ്രണയത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ സ്നേഹബന്ധങ്ങളുടെ കാര്യത്തിൽ ഉള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അത് കുറച്ച് ആലോചിച്ച് ചിന്തിച്ച് സാവധാനം വേണം ഓരോ തീരുമാനങ്ങളും എടുക്കാനെന്ന് പറയുന്നുണ്ട്. എന്ത് ആയിരുന്നാലും നിങ്ങൾ എന്താണോ നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അത് നിങ്ങൾക്ക് സഫലമായി തീരും. അത് ചിലപ്പം നിങ്ങൾ ഇരുവരും തമ്മിലുള്ള റീയൂണിയൻ ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വഴക്കുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവയൊക്കെ സംസാരിച്ച് നിങ്ങൾക്ക് നേരെയാക്കാവുന്ന കാര്യങ്ങളാണ്. ഈ കാർഡ്സ് പറയുന്നത് ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകും, പക്ഷെ അത് നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒട്ടും ഫിയർ വേണ്ട. മനസ്സിൽ നിന്ന് പേടിയെല്ലാം മാറ്റിക്കളഞ്ഞ് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ചിന്തിച്ച് വേദനിക്കേണ്ട ആവശ്യങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. നിങ്ങൾക്ക് എന്ത് ആഗ്രഹമാണോ ഉള്ളത് അത് സാധിക്കും. നിങ്ങളുടെ റീയൂണിയൻ ആണെങ്കിലും മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത് നിങ്ങളുടെ പ്രണയബന്ധത്തിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം നടക്കും. ആ ബന്ധം സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും എന്നാണ് ഈ കാർഡ്സ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ബുദ്ധിപൂർവ്വം തീരുമാനിക്കുക. തീരുമാനങ്ങളെല്ലാം ഉറച്ചതാവട്ടെ. അതെല്ലാം നിങ്ങൾക്ക് നല്ലതിനാവട്ടെ. എൻ്റെ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. പേഴ്സണൽ റീഡിങ്ങിനായി വാട്സപ്പ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.